കെ ബാബുവിനെതിരായ കേസിൽ നിലപാട് മാറ്റി സുധീരൻ. ബാബുവിനെതിരായ വിജിലൻസ് നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് സുധീരൻ. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ബാബുവിനെതിരെയില്ല. കൃത്യതയോടെ പ്രതികരിക്കുന്നതിനാണ് ഇത്രയും കാലം കാത്തിരുന്നതെന്നും സുധീരൻ പറയുന്നു. ഒരു മാസത്തിലേറെ നീണ്ട മൗനം സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ VM സുധീരൻ കെ ബാബുവിനെ പിന്തുണച്ച് രംഗത്തെത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എഴുതി കൊടുത്ത പ്രമേയം അദ്ദേഹം അതേപടി വായിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വിജിലൻസിനെ കരുവാക്കി നടത്തുന്ന അന്വേഷണ പ്രഹസനങ്ങളോട് യോജിക്കാനാവില്ല. ബാബുവിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ കാണാനാവൂ. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്താൽ ഇതേ നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമോ എന്ന ചോദ്യത്തിന് VM സുധീരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അല്ല, അതിപ്പോ ഞാൻ പറയാം, ഇതിനകത്ത് ഏത് കാര്യം വരുന്നതിനനുസരിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണയില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ തരം കാര്യം മാത്രം നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയാൻ യാതൊരു മടിയുണ്ടാവില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവർ VM സുധീരനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തി. സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണെന്നും അത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ബാധിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. 10 വർഷമായി പാർട്ടി യോഗത്തിന് കൃത്യമായി എത്താത്തതുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇങ്ങനെ പറയുന്നതെന്ന് VM സുധീരൻ തിരിച്ചടിച്ചു. KM മാണിയെ മടികൂടാതെ പിന്തുണച്ച സുധീരൻ ബാബുവിന്റെ കാര്യത്തിൽ പ്രതികരണം നീട്ടിക്കൊണ്ടുപോയത് അനൌചിത്യമായി പോയെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന ഉടൻ ആരംഭിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് വ്യക്തമാക്കി. പൊതു സ്വീകാര്യത മാത്രമാവും ഇതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ജീവൻകുമാർ, തിരുവനന്തപുരം. കേരളത്തിൽ BJPയുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJSനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി BJP ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് BDJS ആണ്. മാത്രമല്ല, BDJS ചേർന്നതുകൊണ്ടാണല്ലോ BJPക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതിക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. എല്ലാ കാലത്തും BDJSനെ പറ്റിച്ച് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. SNDPയുടെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ BDJSന്റെ ശക്തി ക്ഷയിക്കുമെന്നും BJP-BDJS കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടാൽ BJP കേരളത്തിൽ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. BDJS അകന്നു പോവുകയും BJP ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല. എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാനിരിക്കുന്നത്? SNDPയുടെ B ടീമായി പ്രവർത്തിക്കാൻ BDJSനെ അനുവദിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്ത് BDJS രൂപീകരിച്ചതിന് ശേഷം SNDPയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്ന തിരിച്ചറിവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ BDJS-BJP ബന്ധത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. BDJS-BJP സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പാർട്ടിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ തുഷാർ, മൈക്രോ ഫിനാൻസ് കേസിൽ VSന്റെ നീക്കം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണെന്നും കോഴിക്കോട് പറഞ്ഞു. അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായ എനിക്കറിയാം. കാരണം ഞാൻ തന്നെയാണ് ഈ അമിത് ഭായിയുമായി ഒക്കെ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി അറിയാമെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായി കൂടുതൽ സജീവമായി NDA മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനറൽ സെക്രട്ടറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും VS അച്യുതാനന്ദൻ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളാണ്. നിയമപരമായി ഞങ്ങൾ നേരിടും. അത് ഞങ്ങളാരും ഭയപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല. ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് BJP ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം. ഭീകരർക്കെതിരായ യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തിനെതിരായ ഏത് നീക്കത്തെയും അടിച്ചമർത്തുമെന്നും പ്രമേയം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, എന്തൊക്കെയാണ് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ജോർജറ്റ് BJPയുടെ ദേശീയ കൗൺസിൽ യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുകയാണ്. ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയം ദേശീയ കൗൺസിൽ പാസാക്കി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് ഈ പ്രമേയം കൗൺസിലിന് മുമ്പാകെ അവതരിപ്പിച്ചത്. ഭീകരതയ്ക്കെതിരായ യാതൊരു വിട്ടുവീഴ്ചയും ഇന്ത്യ നടത്തില്ല എന്ന് ഈ പ്രമേയത്തിൽ പറയുന്നു. അതുപോലെ തന്നെ തീവ്രവാദികൾക്കെതിരായ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഈ യുദ്ധത്തിന്റെ അന്തിമ വിജയം ഇന്ത്യക്കും ഇന്ത്യൻ സേനയ്ക്കുമായിരിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പാകിസ്ഥാൻ വിരുദ്ധ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ കൗൺസിലിൽ നടന്ന ചർച്ചകളും അതുപോലെ തന്നെ മറ്റ് ഈ പ്രത്യേക പ്രമേയമടക്കം ഉള്ളത്. ഇനി ദേശീയ കൗൺസിലിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ദേശീയ കൗൺസിലിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെയായിരിക്കും വിദേശകാര്യവും സാമ്പത്തിക കാര്യവും ഉൾപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം. ഈ സമാപന സമ്മേളനം ദീൻദയാൽ ഉപാധ്യായയുടെ അനുസ്മരണ സമ്മേളനമായിട്ടാണ് നടത്തുന്നത്. ഈ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ മുതൽ ഇതുവരെയും മുഴുവൻ സമയവും പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കേരളത്തിലെ NDA നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുവേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട്ട് ദേശീയ കൗൺസിൽ നടക്കുന്ന സ്വപ്നനഗരിയിലെ പ്രത്യേക പന്തലിലേക്ക് എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെ കേരളത്തിലെ NDAയിലൂടെ നടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ NDA നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. 2 മാസത്തിനിടെ 3 തീവണ്ടി അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ യാത്രക്കാർ ഭീതിയിലാണ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിലെ കോച്ചുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ റെയിൽവേ മന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ കക്ഷി ചേരും. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിധികളൊന്നും വിലപ്പോവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈഴവ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിച്ച കേസിൽ 1-ാം പ്രതിയാണ് വെള്ളാപ്പള്ളി. UDF സർക്കാരും നടേശനും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു തട്ടിപ്പെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേസിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും VS ആവശ്യപ്പെട്ടു. കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 29 ദിവസം നീളുന്ന സമ്മേളനത്തിൽ കിഫ്ബി രൂപവൽക്കരിക്കാനുള്ള നിയമം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ എന്നിവ സഭ പരിഗണിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും സഭയിൽ ഇരിക്കുക. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 2ാമത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. നവംബർ 10 വരെയാണ് സമ്മേളനം. 2016-17 ബജറ്റ് പൂർണ്ണമായി പാസാക്കുകയാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി 13 ദിവസമാണ് മാറ്റിവച്ചിരിക്കുന്നത്. അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി 5 ദിവസവും മാറ്റിവച്ചിട്ടുണ്ട്. നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബിൽ, കേരള അടിസ്ഥാന നിക്ഷേപ നിധി ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയവും പരിഗണിക്കും. 2 ബില്ലുകളും ഈ സമ്മേളന കാലയളവിനുള്ളിൽ തന്നെ പാസാക്കും. നിയമസഭാ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുന്ന രീതി ഈ സമ്മേളനത്തിൽ ആരംഭിക്കും. സാധാരണ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതാകും അസാധാരണത്വം. UDF വിട്ട് 6 MLAമാർ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത് സമീപകാല നിയമസഭാ ചരിത്രത്തിൽ പുതുമയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ അതികായകനും വ്യാവസായിക ലോകവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥ പറയുന്ന പുസ്തകമാണ് ദ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ്. ശതകോടീശ്വരന്മാരുടെ യഥാർത്ഥ മുഖംമൂടി പിച്ച് ചെയ്യുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യുന്നത്. മലയാളിയായ മാധ്യമപ്രവർത്തകൻ ജോസി ജോസഫ് അതീവ സാഹസികമായി രചിച്ച ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ചൂടപ്പം പോലെയാണ് വിപണിയിൽ വിറ്റഴിയുന്നത്. വഖഫ് ബോർഡിന് കീഴിലെ ഒരു അനാഥാലയത്തിന്റെ ഭൂമി തട്ടിയെടുത്താണ് മുകേഷ് അംബാനി എന്ന ശതകോടീശ്വരൻ തന്റെ മണിമാളിക മുംബൈയിൽ പണിതുയർത്തിയതെന്ന് കേട്ടാൽ ഏത് ഇന്ത്യക്കാരനും ഒന്ന് ആശ്ചര്യം കൂറിയേക്കാം. ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വേദാന്ത ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അനിൽ അഗർവാൾ താൻ പഠിച്ച പാട്നയിലെ സ്കൂൾ ഹെഡ് മാസ്റ്ററെയും കുട്ടികളെയും വിഡ്ഢികളാക്കിയ കഥ രസകരമായി മാത്രമേ വായിക്കാൻ കഴിയൂ. ഇങ്ങനെ കേട്ടാൽ എളുപ്പത്തിൽ ദഹിക്കാൻ പാടുള്ള ഒരുപാട് സംഭവകഥകളുടെ ഒരു അക്ഷയപാത്രമാണ് ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് അഥവാ കഴുകന്മാരുടെ സദ്യ എന്ന പുസ്തകം. ലോക പുസ്തക പ്രസാധന രംഗത്തെ അതികായകന്മാരായ ഗില്ലോൺ എയ്റ്റ്കനും
പെൻഗിൻ പബ്ലിഷേഴ്സും ഹാർപ്പൻ കോളിൻസും ഈ പുസ്തകത്തിന്റെ പ്രസാധക അവകാശം സ്വന്തമാക്കാൻ വേണ്ടി ലേലം തന്നെ നടത്തിയെന്നറിയുമ്പോഴാണ് ഈ മലയാളി പത്രപ്രവർത്തകന്റെ യഥാർത്ഥ വില നമ്മൾ അറിയൂ. ലളിതമായ ഭാഷയിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താൻ എല്ലാം എഴുതിയതെന്ന് ജോസി ജോസഫ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അതായത് നമ്മൾ ഇന്ത്യനെ നിങ്ങൾ ആകാശത്തിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കൂട്ടം മെലിയിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയുടെ റിസോഴ്സുകളെയും ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ വിഹിതത്തിനെയും ഒക്കെ കടിച്ചു വീർ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർത്തിയോടുകൂടി. ബുക്കിൻ്റെ മൊത്തം പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ആ തിയറി വെച്ചാൽ എവറിത്തിങ് ഇൻ ദിസ് കൺട്രി ഈസ് ഓൺ സെയിൽ. എല്ലാം ഇവിടെ വിൽക്കപ്പെടും. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർമീഡിയറി ഇടനിലക്കാരനെ കണ്ടുപിടിച്ച് അവന് കറക്റ്റ് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ എന്തും ഇവിടെ വാങ്ങിക്കാമെന്ന് ആ തിയറി ഞാൻ കഥകളിലൂടെ പ്രൂവ് ചെയ്യും. 90കളുടെ തുടക്കത്തിൽ മുംബൈയിൽ കൊല ചെയ്യപ്പെട്ട സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ഉടമസ്ഥൻ തക്കീദുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജെറ്റ് എയർവേസിന്റെ സ്ഥാപകൻ നരേഷ് ഗോയലാണെന്ന സംശയം പുസ്തകം ഉയർത്തുന്നു. പുസ്തകത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദത്തിൽ MG രാധാകൃഷ്ണൻ പങ്കെടുത്തു. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഏടുകൾ അനാവരണം ചെയ്യുന്ന സംവാദം കേൾക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുതൽ ജേർണലിസം വിദ്യാർത്ഥികൾ വരെ എത്തി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചരിത്രപ്രസിദ്ധമായ മസ്ജിദ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രത്യേക പദ്ധതിയിലാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷണം ഉൾപ്പെടുത്തുകയെന്നും മന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊത്തുപണികളാൽ സമൃദ്ധവുമായ താഴത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയുടെ പ്രത്യേകതകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ക്ഷേത്രശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയുടെ തേക്കുതടികൾ കടഞ്ഞെടുത്ത തൂണുകളും കമാനങ്ങളും മേൽക്കൂടും തട്ടിൻപുറവുമെല്ലാം വിവിധ കാലഘട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് പങ്കുവെക്കുന്നത്. ഈ പൈതൃക സ്വത്തുക്കൾ ബഹുജനങ്ങൾക്ക് പഠനവിധേയമാക്കാൻ കഴിയുന്ന തരത്തിൽ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മതേതര ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിനകത്ത് സൂക്ഷിക്കേണ്ടത് ഭൗതികമായി സൂക്ഷിക്കുക മാത്രമല്ല, സംസ്കാരത്തിന്റെ ഭാഗമായി മനസ്സ് സൂക്ഷിക്കേണ്ട സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അത് ഞാൻ സന്ദർശിച്ചു. അതിനാവശ്യമായ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പള്ളി സംസാരിച്ചിട്ടുണ്ട്. പള്ളിയിലെ അമൂല്യമായ വസ്തുക്കളും ചരിത്ര ഗ്രന്ഥങ്ങളും ആരാധനാ ഉപകരണങ്ങളും സാധന സാമഗ്രികളും പരിരക്ഷിക്കും. പള്ളി സന്ദർശിച്ച് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആർക്കിയോളജി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താഴത്തങ്ങാടി പള്ളിയുടെ വാസ്തു സൗന്ദര്യം ആസ്വദിച്ച മന്ത്രി സന്ദർശന ഡയറിയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.